നമസ്കാരം. കള്ളങ്ങൾ കോർത്തെടുത്തു മെനഞ്ഞ ഒരു വിവാദ വിരോധ പ്രൊപ്പഗണ്ട സിനിമ വീണ്ടും ചർച്ചാ വിഷയമാവുമ്പോൾ ഒരടി പിന്നോട്ട് വെച്ച് കത്തോലിക്ക സഭ നിലപാട് പുതുക്കി. വിവാദ സിനിമ കേരള സ്റ്റോറി പള്ളികളിൽ പ്രദർശിപ്പിക്കില്ലെന്ന് തലശ്ശേരി അതിരൂപത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ പ്രദർശിപ്പിക്കാൻ ഔദ്യോഗിക തീരുമാനം എടുത്തിട്ടില്ല. KCYM-ന്റേതായി വന്ന നിർദ്ദേശം രൂപതയുടേതല്ല. മതവിഭാഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ അതിരൂപത ഉദ്ദേശിക്കുന്നില്ല. സിനിമ എടുത്തവരുടെ രാഷ്ട്രീയത്തിനൊപ്പം നിൽക്കാനില്ലെന്നും തെരഞ്ഞെടുപ്പ് സമയത്ത് വിവാദത്തിനില്ലെന്നും തലശ്ശേരി അതിരൂപത വ്യക്തമാക്കി. ചെമ്പത്തൊട്ടി പാരീഷ് ഹാളിൽ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുമെന്നായിരുന്നു KCYM അറിയിപ്പ് നൽകിയിരുന്നത്. ഏറെ വിവാദമുണ്ടാക്കിയ കേരള സ്റ്റോറി സിനിമ വീണ്ടും പ്രദർശിപ്പിക്കാൻ ദൂരദർശൻ തീരുമാനിച്ചതോടെയാണ് വിവാദം തെരഞ്ഞെടുപ്പ് വിഷയമായി വീണ്ടും ഉയർന്നു വന്നത്. LDF-ഉം UDF-ഉം ഒരുപോലെ ദൂരദർശനെ തള്ളി പറഞ്ഞു നിന്ന സമയത്താണ് ഇടുക്കി രൂപത ചിത്രം പ്രദർശിപ്പിച്ചത്. തൊട്ടുപിന്നാലെ തലശ്ശേരി, താമരശ്ശേരി രൂപതകളും ചിത്രം പ്രദർശിപ്പിക്കും എന്നറിയിച്ചതോടെ മുഖ്യമന്ത്രി നിലപാട് കടുപ്പിച്ചിരുന്നു. RSS അജണ്ട മുസ്ലിങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുള്ളതല്ലെന്ന് മുഖ്യമന്ത്രി സഭാ നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ശക്തമായ നിലപാട് സ്വീകരിച്ച് കേരള സ്റ്റോറിക്കെതിരെ രംഗത്തു വന്നു. രൂപതാ നേതൃത്വങ്ങളാകട്ടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്നും ലവ് ജിഹാദിന്റെ രൂപത്തിൽ നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നുവെന്നും ഇതിനെതിരെയുള്ള ബോധവൽക്കരണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നുമുള്ള നിലപാടാണ് സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് കാലത്ത് കേരള സ്റ്റോറി വീണ്ടും ചർച്ചയായതിലുള്ള സന്തോഷത്തിലാണ് BJP-യും സംഘ അനുകൂല സംഘടനകളും. തങ്ങളുടെ രാഷ്ട്രീയ ആശയങ്ങൾ രൂപതാ നേതൃത്വങ്ങൾ അംഗീകരിക്കുന്നതിലാണ് അവർ ആശ്വസിക്കുന്നത്. കേരളത്തിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ചുവടുറപ്പിക്കാൻ BJP ഏറെ നാളുകളായി ശ്രമിക്കുന്നുവെങ്കിലും വേണ്ടത്ര വിജയം കണ്ടിരുന്നില്ല. പ്രധാനമന്ത്രിയും BJP ദേശീയ നേതാക്കളുമെല്ലാം സഭാ നേതൃത്വങ്ങളുമായി ചർച്ച നടത്തുമ്പോഴും മണിപ്പൂർ അടക്കം വിഷയങ്ങൾ ഉയർത്തി മറ്റു പാർട്ടികൾ ഇതിനെല്ലാം തടയിട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ കേരള സ്റ്റോറി വിഷയത്തിൽ ചില രൂപതകളെങ്കിലും സംഘപരിവാർ അനുകൂല രാഷ്ട്രീയത്തിലേക്ക് പോകുന്നോ എന്ന സംശയമാണ് CPM-നുള്ളത്. കേരള വിരുദ്ധമായ പച്ചക്കള്ളം എന്ന് സിനിമയ്ക്കെതിരെ നിലപാട് CPM ആവർത്തിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. എന്തായാലും കേരള സ്റ്റോറി ഉയർത്തിയ വിവാദം അടുത്തെങ്ങും കെട്ടടങ്ങും എന്ന് തോന്നുന്നില്ല.